വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കുറെ നാളായിട്ട് കേരളത്തിലെ വലതുപക്ഷം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതേസമയം കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഒരു പ്രത്യേക മതവിഭാഗത്തെ വളരെയധികം ചൊടിപ്പിക്കുന്ന ഒരു വാക്കാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വാക്ക്. ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വാക്ക് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ക്രിസ്ത്യൻസ് ആണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ക്രിസ്ത്യൻസിൽ തന്നെയുള്ള ഇപ്പൊ KCBC അടക്കമുള്ള ആൾക്കാരെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോ ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പോരാത്തതിന് പാലാ ബിഷപ്പിനെ പോലെയുള്ള ആൾക്കാർ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ വാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ബിഷപ്പിനെ ഉപയോഗിച്ചൊക്കെ കണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ സുഡാപ്പികളുടെ പ്രധാനപ്പെട്ട ഇര എന്ന് പറഞ്ഞാൽ PC ജോർജ് ആണ്. PC ജോർജ് അറിയാലോ, PC ജോർജ് വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ജയിലിൽ പോയതാണ്. പിന്നീട് ജാമ്യം കിട്ടി പുറത്ത് നിൽക്കുകയാണ്. എന്നിട്ട് PC ജോർജ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. PC ജോർജ് ഇപ്പൊ പറഞ്ഞ ഒരു പ്രസ്താവന വലിയ വിവാദമായിട്ടുണ്ട്. മീനച്ചൽ താലൂക്കിൽ തന്നെ 400-ലധികം ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിട്ടുണ്ട്, അവരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് PC ജോർജ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം PC ജോർജ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 24 വയസ്സിന് മുമ്പേ ക്രിസ്ത്യൻ പെൺകുട്ടികളെല്ലാം വിവാഹം കഴിച്ചിരിക്കണം എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ വലിയ രീതിയിൽ യൂത്ത് ലീഗ് അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ PC ജോർജിനെതിരെ വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട്. ഇപ്പൊ PC ജോർജ് പറഞ്ഞത് സത്യമാണോ കള്ളമാണോ, അല്ലെങ്കിൽ PC ജോർജിന്റെ നിലപാട് ഇതിലെന്താണ്? ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ, PC ജോർജിനെ കുറിച്ച് BJPയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ BJP അടുത്ത തവണ ഭരണത്തിൽ വരുമെന്നൊക്കെ ഉള്ള പൊള്ളയായ വാദങ്ങൾ പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ അതിനൊന്നും ഒരു കാമ്പ് കഴമ്പുമില്ല എന്നുള്ളതാണ്. എന്തായാലും PC ജോർജ് പറഞ്ഞ അവിടെ നിൽക്കട്ടെ, ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു വിഷയം പലപ്പോഴും പല ആൾക്കാരും സംസാരിക്കുമ്പോൾ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ വളരെ ശക്തമായിട്ട് അത് ഉണ്ടെന്ന് പറയും. എന്നാൽ തെളിവ് തരൂ എന്ന് പറയുമ്പോൾ തെളിവില്ല എന്നാണ് അവർ പറയുന്നത്. ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ വളരെ ശക്തമായിട്ട് ഇല്ല എന്ന് പറയും. അതിനവർക്ക് തെളിവുമുണ്ട്. കാരണം സുപ്രീം കോടതി പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്ന്, ഈ ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് ഇല്ല എന്ന്, കേരള പോലീസ് പറയുന്നുണ്ട് ലവ് ജിഹാദ് ഇല്ല എന്ന്. അങ്ങനെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉദ്ധരിക്കാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ഇതിനെ രണ്ടിനെ നടുക്ക് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇവര് പറയുന്നതിലും ന്യായമുണ്ട്, അവര് പറയുന്നതിലും ന്യായമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹുൽ ഈശ്വറിനെയൊക്കെ പോലെയുള്ള പല ആൾക്കാരും ഇതിന്റെ നടുക്ക് നിൽക്കുന്നുണ്ട്. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിന്റെ സ്റ്റാൻഡ് എന്താണ്? ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം അത് കേരളത്തിൽ ഉണ്ടോ ഇല്ലയോ? ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ വാക്കാണ്, ഒരു മിഷൻ ഇട്ടിരിക്കുന്ന ഉം, പേരാണ്. നമ്മൾ ജിഹാദ് എന്ന് ഉം, പറയുന്നത് നമുക്കറിയാം, വിശുദ്ധ യുദ്ധം എന്നുള്ള അർത്ഥത്തിലാണ് അത് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ ലവ് കൂടെ ചേർത്ത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് അതൊരു മിഷന്റെ പേരായിട്ടാണ്. അതിപ്പോ നമുക്കറിയാം, നമ്മൾ ഉം, സൈനികപരമായിട്ടോ അല്ലാതെയൊക്കെ ആണെങ്കിലും ഓരോ സംഘടനകളും അവരുടെ മിഷൻ ഉം, ദൗത്യങ്ങൾക്ക് ഒരു പേരിടും. അങ്ങനെ പോലീസും അവരുടെ ചില ഓപ്പറേഷനുകൾക്ക് ഇത്തരത്തിൽ പേരുകൾ നൽകാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു മിഷൻ നടക്കുന്നു, ഒരു ദൗത്യം നടക്കുന്നു ഉം, എന്നാണ് ഈ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നവർ. പക്ഷെ ഇത്തരത്തിൽ ഉം. ഒരു വാക്ക് നമ്മളുടെ ഈ നിയമ സംഹിതകളിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. ഇങ്ങനെ ഒരു വാക്കില്ല ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ കാര്യം, ഈ മുസ്ലിം യുവാക്കളുടെ കൂടെ പോകുന്ന ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ ആരും തന്നെ ഞങ്ങൾ ലവ് ജിഹാദിലൂടെയാണ് പോയതെന്നൊരു മൊഴി നൽകിയിട്ടുമില്ല. കാരണം ഇവരെ കാണാതാകുമ്പോൾ ഈ രക്ഷകർത്താക്കൾ കൊണ്ടൊരു പരാതി കൊടുക്കുന്നു, ഇവരെ പോലീസ് വിളിപ്പിക്കുന്നു, പിന്നീട് കോടതിയിൽ ഹാജരാകുന്നു. ഇവരെല്ലാവരും പറയുന്നത് തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പോയതാണെന്നാണ് പറയുന്നത്. ഇതാ വിളിച്ച് ഇറക്കിക്കൊണ്ടു പോകുന്ന ആ സമയത്താണ് ഇവര് കോടതിയിൽ എത്തുന്നതും ചോദിക്കുന്നതും ഒക്കെ. പക്ഷെ അവിടെ പിന്നീട് എനിക്കൊരു ഇവർക്ക് സംഭവിക്കുന്ന സംശയമുള്ളത് ചേട്ടാ, അവര് പറയുന്നത് ലവ് ജിഹാദ് ഇല്ല, ഞങ്ങൾ ലവ് ജിഹാദ് പരമായിട്ടുള്ള പോയത് എന്നുള്ളതാണ്. എനിക്ക് അവിടെ ഉള്ള ഡൗട്ട് ഉള്ളത്, ഏത് മതത്തിലോട്ട് ഒരു യുവതി പ്രണയിച്ച് പോകുന്നതിനും ആരും ഇവിടെ എതിരല്ല. ആർക്ക് വേണമെങ്കിലും ഏത് മതത്തിലുള്ളതോ ഏത് ജാതിയിലുള്ളതോ സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഹിന്ദുവിന് ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാം, ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനെ കഴിക്കാം, ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനെ കല്യാണം കഴിക്കാം, മുസ്ലിമും ഹിന്ദുവും തമ്മിൽ കല്യാണം കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിലോട്ട് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വിവാഹിതരായി പോകുമ്പോൾ അവർ മതം മാറ്റപ്പെടേണ്ടി വരുന്നുണ്ട്, മതം മാറേണ്ടി വരുന്നുണ്ട്. ഇപ്പോ 100 സ്ത്രീകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 99.9% സ്ത്രീകളും മതം മാറിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വിവാഹിതരായി പോകുമ്പോൾ മതം മാറിയിട്ടുണ്ട്, ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്ന്. ഇപ്പം ഹിന്ദുവിലേക്ക് ഒരു ക്രിസ്ത്യൻ യുവതി വിവാഹിതയായിട്ട് വരികയാണ്. ആ ക്രിസ്ത്യൻ യുവതിക്ക് ക്രിസ്ത്യൻ ആയിട്ട് തന്നെ ജീവിക്കാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഒരുപാട് പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട്. വളരെ ചുരുക്കം സ്ത്രീകൾ മാത്രമാണ് അവിടെ മതം മാറിയിട്ടുള്ളത്. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് പെൺകുട്ടികൾ പ്രണയിച്ചു പോകുമ്പോൾ മാത്രം അവർ 99% മതം മാറ്റപ്പെടുന്നു. എന്നാൽ ഹിന്ദുവിലേക്കും ക്രിസ്ത്യാനികളിലേക്കും
യുവതികൾ, അതായത് സ്ത്രീകൾ എടുക്കുക, സ്ത്രീകൾ പ്രണയിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 99% ആൾക്കാരും മതം മാറ്റപ്പെടുന്നില്ല, 1% ആൾക്കാർ മതം മാറ്റപ്പെടുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇനി ഇതിനെയാണോ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഇവര് ആരോപിക്കുന്നത്, പറയുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഇതിനെ തന്നെയാണ് നമുക്ക് ലവ് ജിഹാദ് എന്ന് പറയാൻ കഴിയും. അത് നമുക്ക് ഇച്ചിരി വിശദീകരിച്ച് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചാൽ സ്വാഭാവികമായും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് രണ്ട് മതവിഭാഗങ്ങൾ ജീവിച്ചാൽ എന്താ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ രണ്ട് മതവിഭാഗത്തിന് പകരം ഒരു മതവിഭാഗത്തിലാണെങ്കിൽ എല്ലാത്തിനും സൗകര്യമല്ലേ എന്ന് കരുതുന്നവരുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഹിന്ദു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചാലോ, ഒരു ക്രിസ്ത്യാനി ഹിന്ദുവിനെ കല്യാണം കഴിച്ചാലോ, ഇനി ഒരു ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ചാലോ ഒക്കെ സ്വാഭാവികമായി ചോദ്യം ഉയർന്നു വരും. അപ്പോൾ സ്വമേധയാണ് ഇപ്പോൾ ഞാൻ ഒരു കല്യാണം കഴിക്കുന്നു, ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമിനെയോ കല്യാണം കഴിച്ചാൽ സ്വാഭാവികമായും എന്റെ ഭാര്യ അവരുടെ മാനസികമായി തന്നെ ശരി, ഞാൻ താങ്കളുടെ മതത്തിൽ ഭാഗമാകുന്നു, കാരണം നമ്മളുടെ കുടുംബം മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾക്ക് ഇതേ രീതിയിൽ പോകണമെന്ന് ചിന്തിക്കുകയോ അല്ലാതെ ചെയ്യും. സ്വാഭാവികമായി അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായി ഇന്നിപ്പോ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് അനവധി സംവിധാനങ്ങൾ കേരളത്തിൽ പോലുമുണ്ട്. എങ്ങനെയാണ് അത് ഹിന്ദു മതത്തിലേക്ക് വരികയും അവരുടെ പേര് മാറ്റുകയും ചെയ്യും. നമുക്കറിയാവുന്ന പല ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും പല ഫേമസ് ആയിട്ടുള്ള നടന്മാർ പോലും ഹിന്ദു പേര് സ്വീകരിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്ന കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിലും. നമ്മൾ അവർ പറയുന്നത് ശരിയല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ അങ്ങനെ കല്യാണം കഴിച്ച് പേര് മാറ്റിയവരുണ്ട്. അപ്പൊ അവർ നമ്മുടെ ആചാരങ്ങൾ പിന്തുടരുന്നു. അത് അവർ സ്വയം ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത്തരം കേസുകൾ, ഈ ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിങ്ങളെ കല്യാണം കഴിക്കുകയും പിന്നീട് തങ്ങളെ നിർബന്ധിത മത പരിവർത്തനത്തിന് അവർ നിർബന്ധിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത്. അവിടെയാണ് നമുക്ക് ഈ ലവ് ജിഹാദ് എന്ന ഒരു സ്പെസിഫൈഡ് ദൗത്യത്തിന്റെ ആ ലക്ഷണങ്ങളും ലക്ഷ്യങ്ങളും തെളിഞ്ഞു വരുന്നത്. അതായത് അവരെ കൊണ്ട് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു, അവരെ കൊണ്ട് നിർബന്ധിച്ച മതത്തിന്റെ ആചാരങ്ങൾ ചെയ്യിക്കുന്നു. നിർബന്ധിച്ച് ചെയ്യുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്, നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആശയത്തെ ഇഷ്ടപ്പെടുകയോ ആശയം പറഞ്ഞ് അതിലേക്ക് ആകർഷിക്കുകയോ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ അവർക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് അവരെ ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തു കൊള്ളാം, വിവാഹം കഴിക്കൂ എന്നൊരു കാമുകൻ കാമുകിക്ക് കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാമുകൻ എല്ലാ അവരെ കെയർ ചെയ്യാനും ഒപ്പം അവരെ ജീവിതകാലം മുഴുവൻ പരിരക്ഷിക്കാനും കപ്പാസിറ്റിയുടെ പുറത്ത് പറയുന്ന ഡയലോഗാണ്. പകരം ഇവരെ ലവ് ചെയ്ത് ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം, കല്യാണം കഴിച്ചതിന് ശേഷം വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ പർദ്ദ ഇടണം, ഇല്ലെങ്കിൽ നിങ്ങൾ ബീഫ് കഴിക്കണം. അതായത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ സംബന്ധിച്ച് അവർക്ക് ബീഫ് നിഷിദ്ധമാണ്. അതിന് പിന്നോക്കക്കാരനൊന്നുമില്ല, പൊതുവിൽ എല്ലാവർക്കും ബീഫ് നിഷിദ്ധം തന്നെയാണ്. അവിടെ അത് കഴിക്കണം എന്ന് പറയുന്നു. ഒപ്പം തന്നെ അവര് ഇതുവരെ പിന്തുടർന്ന ആചാരങ്ങൾക്ക് വിരുദ്ധമായി ഞങ്ങളുടെ ആചാരം ചെയ്യണമെന്ന് പറയുന്നു, അതേപോലെ ജീവിക്കണമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ചിലർ, അതായത് പാറിപ്പറന്നൊക്കെ പല സ്കൂളുകളിലും ക്യാമ്പസിലും ഒക്കെ പഠിച്ചിരുന്ന കുട്ടികളോട് പറയുന്നു, നിങ്ങൾ പർദ്ദയൊക്കെ ഇട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണ്, ഇനി അധികം പഠിത്തമൊന്നും വേണ്ടെന്ന് പറയുന്നു. ഇപ്പൊ അവിടെയാണ് ഈ പെൺകുട്ടികൾ തിരിച്ചറിയപ്പെടുന്നത് തങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതോ കാര്യങ്ങളൊന്നും അല്ല, ശരിക്കും തങ്ങൾ മതപരിവർത്തനത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവരാണെന്ന് തോന്നുമ്പോഴാണ് അത് ഇതുപോലെ വ്യാപകമായ കേസ് ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ പിന്നിൽ എന്ത് എന്നുള്ളൊരു അന്വേഷണം വരുന്നത്. അത് രാജ്യവ്യാപകമായി തന്നെ അന്വേഷണമാണ്. ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്ക് PC ജോർജ് കണ്ടുപിടിച്ചതല്ല. ഈ വാക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ നാഷണൽ ഡെയിലീസിലായാലും നാഷണൽ മീഡിയാസിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു വാക്ക് തന്നെയാണിത്. അപ്പോൾ ഇതിന്റെ ഒരേ സമാന സ്വഭാവമുള്ള ഒന്നിലധികം കേസുകൾ രാജ്യമെമ്പാടും രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതൊരു മിഷന്റെ ഭാഗമാണ്. ഇപ്പൊ റെയറായിട്ടൊരു കേസാണ് എങ്കിൽ അതൊരു മിഷന്റെ ഭാഗമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ എല്ലായിടത്തും കോമൺ ഫാക്ടറാണ് ഈ കേസുകൾക്ക് എല്ലാം ഉള്ളത്. നിർബന്ധിക്കുന്നു മതം മാറാൻ എന്ന് പറയുന്നതാണ് എല്ലാ കേസിലും അതാണുള്ളത്. അതല്ലാതെ സാധാരണ ഗതിയിൽ എന്നെ വിവാഹം കഴിച്ച് പറ്റിക്കുകയായിരുന്നു, ഇല്ലെങ്കിൽ എന്നെ അയക്ക് വേറെ ഭാര്യയും കൊച്ചും ഉണ്ടായിരുന്നു, എന്നെ പറ്റിച്ചു എന്നല്ല കേസ്. പകരം എന്നെ നിർബന്ധിക്കുന്നു, എന്നൊന്നും കേസില്ല. എന്നൊക്കെ ഉള്ളത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞങ്ങളെ മതം മാറാൻ നിർബന്ധിക്കുന്നു, മതം മാറ്റിയെടുക്കുന്നു, ഞങ്ങളെ അതിലൊരു വിഷയമുണ്ടല്ലോ ചേട്ടാ. എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മളിപ്പോ വിവാഹ വാഗ്ദാനം, ഇപ്പോ ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ആ പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കുകയും അതിനുശേഷം ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാതെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു നിയമമുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, വഞ്ചനാ കുറ്റം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഗാർഹിക പീഡനത്തിന്റെ നിയമമുണ്ട്. ഇവിടെ വിവാഹത്തിന് ശേഷം ഒരു പ്രത്യേക മതവിഭാഗത്തിലോട്ട് വരുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി എന്തായാലും മതം മാറ്റും, നമുക്ക് 100% ഉറപ്പാണ്. കാരണം കേരളത്തിലെ സിനിമകളിലെ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ പോലും മതം മാറ്റത്തിന് വേണ്ടി ഉള്ളതാണ്. എന്നാൽ ഇങ്ങോട്ട് വരുന്നവരെ മതം മാറ്റാനും പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് തട്ടത്തിൻ മറയത്തിലെ ഐഷയുടെയും വിനോദിന്റെയും കഥ എടുക്കാം.
ഇപ്പൊ വിനോദിനോട് അവസാനം ഐഷ വന്ന് ചോദിക്കുന്ന ഒരു സീനിലാണ് ആ സിനിമ എൻഡ് ആവുന്നത്. നിങ്ങളുടെ തറവാട്ടിൽ ഒരു മുറി എനിക്ക് ഒരു നിസ്കാരപ്പായ വിരിക്കാനായി ഒഴിച്ചിട്ട് തരാമോ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിസ്കരിച്ച് നിങ്ങളുടെ കൂടെ കഴിയാനാണ് എനിക്ക് താല്പര്യം, വിനോദിനെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അപ്പൊ വിനോദ് സന്തോഷിക്കുന്നു. അതേസമയം വേറെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കൂടെ പോകുന്ന ഒരു പുരുഷന്റെ അവൻ പെൺകുട്ടിയുടെ കൈ പിടിക്കുമ്പോൾ തന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ഒരു തട്ടമെടുത്ത് ഒരു കെയറിങ്ങിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഒരു സീൻ എന്ന് പറയുന്നത്. അത് സിനിമകളിലെ പോലും സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ ഇതാണ്. അപ്പോ ഈ ഗാർഹിക പീഡനത്തിന് നിയമമുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ നിയമമുണ്ട്, എല്ലാത്തിനും നിയമമുണ്ട്. അപ്പോ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ വിവാഹം കഴിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇയാൾ എന്നെ മതം മാറാനായി നിർബന്ധിക്കുന്നു എന്ന് പറയാനൊരു നിയമമില്ലാത്തത് കൊണ്ടാണോ പെൺകുട്ടികൾ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ് മുമ്പിലോട്ട് വരാത്തത്? അപ്പൊ പി സി ജോർജിന്റെയും കാസയുടെ കെവിൻ പീറ്റർ അടക്കം പറയുന്നത് അവർക്ക് മുന്നിലോട്ട് വരാൻ നാണക്കേടാണ്, ഭയമാണ് എന്നാണ് പറയുന്നത്. ഈ 400 പേരുടെ ലിസ്റ്റ് ചോദിച്ചപ്പോൾ എന്താണ് ഈ നിങ്ങൾ തെളിവ് പുറത്തുവിടാത്തത് എന്ന് പല ആൾക്കാർക്ക് നാണക്കേടാണ്. ഇതാണ് ഇപ്പൊ യു പിയിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട്. ആ നിയമപ്രകാരം പിടിച്ചകത്തിടാം എല്ലാണത്തിന്റെ, അതായത് എന്നെ മതം മാറ്റാൻ നോക്കി പിടിച്ചകത്തിടാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ നിയമത്തിന്റെ ഒരു അഭാവമാണോ യഥാർത്ഥത്തിൽ ഈ ഒരു സാധനം ഇങ്ങനെ കത്തി നിൽക്കാനുള്ള വിഷയം? വെരി ഗുഡ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. അത് ശരിയാണ്. ഉത്തർപ്രദേശ് അടക്കം യോഗി ആദിത്യനാഥ് അടക്കം അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത് ഇതുപോലെയുള്ള നിർബന്ധിത മതപരിവർത്തനത്തിന് ഒരു വലിയ വിലങ്ങുതടിയായി മാറിയിട്ടുണ്ട്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം തടയിടാനായിട്ട് അങ്ങനെ ഒരു നിരോധനം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കർണാടകയിൽ BJP ഭരിച്ചുകൊണ്ടിരുന്ന ബൊമ്മെ സർക്കാർ ഇരുന്ന കാലത്ത് അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോഴും അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു നിയമം രാജ്യം മുഴുവൻ വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കുറച്ചൊക്കെ, അപ്പോഴും കുറച്ച് കാര്യങ്ങൾ തീരുന്നില്ല, കുറച്ച് കാര്യങ്ങൾ അപ്പോഴും ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ഇത് ലീഗലായിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവിക ഇവിടെ UP യിലുണ്ടായ നിയമം എങ്ങനെയാണെന്ന് കൂടെ ധനുഷ് മനസ്സിലാക്കണം. ഈ പെൺകുട്ടി പരാതി കൊടുക്കണമെന്നില്ല. ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പരാതി കൊടുത്താലും മതി. ഇപ്പോ ആ പെൺകുട്ടി ഒരിടത്ത് പോയി കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ ആ പെൺകുട്ടിയുടെ ബന്ധുവാണേ എങ്കിൽ ഞാൻ ആ വിവരം അറിയുന്നു. അവിടെ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ നിർബന്ധിക്കുന്നു, ഇല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നു, ആ കുട്ടി മാനസികമായി ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ് എന്ന് ഒരു ബന്ധുവായി ഞാൻ അറിഞ്ഞ് ഞാനൊരു പരാതി കൊടുത്താൽ പോലും കേസ് സ്വാഭാവികമായി, അതാണ് UP യിലെ നിയമം. അതുകൊണ്ടാണ് ആ നിയമത്തിനെതിരെ വലിയ കാടലൊക്കെ ഇവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്നത്. അതാണ് ഇവിടുത്തെ നിയമം. അതേപോലെ ഒരു നിയമം ഈ രാജ്യവ്യാപകമായി വരിക, അതല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾ നടപ്പാക്കും. ഇപ്പൊ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തുണ്ടല്ലോ, ഗുജറാത്തിലുണ്ടല്ലോ, UP യിലുണ്ടല്ലോ, ആസാമിലുണ്ടല്ലോ, രാജസ്ഥാനിലുണ്ടല്ലോ, മധ്യപ്രദേശിലുണ്ടല്ലോ, ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ അതില്ല എന്ന് കരുതിയിട്ട് ഇത് കണക്കുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു മതത്തിൽ നിന്നോ ജാതിയിൽ നിന്നോ മാറി വിവാഹം കഴിക്കുന്ന ഒരു എതിർപ്പില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തില് ഈ ഹിന്ദുക്കൾക്കിടയില് ഈ എന്താണ് മിശ്ര വിവാഹിതരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ്. മുൻകാലങ്ങളിലൊക്കെ നായരെയും ഈഴവരെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് മിക്സഡ് ആയിട്ട് വളരെ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ശ്രീനാരായണ ഗുരുവൊക്കെ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ നോട്ടത്തിൽ, ഇല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പാടിൽ, എന്റെ ചുറ്റുപാടിൽ കാണുന്ന കാഴ്ചകൾ ജാതിക്ക് അപ്പുറത്ത് നിന്ന് ഈ ഓരോരുത്തർ വിവാഹം കഴിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ആ ഇരു കുടുംബങ്ങൾ ഒന്നിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. വളരെ വ്യാപകമായിട്ടുണ്ട്. അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കാരണം എന്താ വെച്ചാൽ അവർ പിന്തുടർന്ന് വന്ന ആചാരങ്ങളെല്ലാം ഒന്നു തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ജാതിയിലുള്ള വ്യത്യാസം തന്നെയുള്ളൂ. എല്ലായിടത്തും വിളക്ക് കത്തിക്കാരണം, അമ്പലത്തിൽ പോകട്ടെ, അതിനനുസരിച്ച് വ്യത്യാസങ്ങളൊന്നും, ഓണമുണ്ട്, ദീപാവലി ആഘോഷിക്കാൻ ചെയ്യാം. പക്ഷെ രണ്ട് മതത്തിൽ നിന്നാകുമ്പോൾ അതിന് ചില വ്യത്യാസങ്ങൾ, ഇല്ലെങ്കിൽ വലിയ രണ്ട് വിശാല മനസ്കരായിരിക്കുന്നു. നീ നിന്റെ മതത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ സിനിമയിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കാണിക്കാൻ പറ്റും, ഒരു ഭാഗത്ത് നിന്ന് നിസ്കരിക്കുകയും മറുഭാഗത്ത് നിന്ന് തൊഴുകയും ചെയ്യുന്ന സിനിമയിൽ കാണിക്കാൻ പറ്റും. പക്ഷെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായി എല്ലാവരും പറയുന്ന കാര്യം നമുക്ക് ഒരു മതം സ്വീകരിക്കാം എന്ന് പറയാം. പക്ഷെ അത് നമ്മൾ ഫോഴ്സ് ചെലുത്തേണ്ട കാര്യം ഇല്ല. ചിലപ്പോ അങ്ങോട്ടും ചേരാമല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് എന്റെ ഒപ്പം ചേരണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കുന്നതിന് പകരം എന്റെ ഭാര്യ പറയുകയാണ്, താങ്കൾ ഒരു കാര്യം ചെയ്യും, എന്റെ മതത്തിൽ ചേരൂ, അതല്ലേ കുറച്ചുകൂടെ നല്ലത് എന്ന് ചോദിക്കുന്നു. അപ്പൊ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ തീരാവുന്ന പ്രശ്നമേ ആദ്യം തന്നെ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ എന്നെ കൂടെ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ നമുക്ക് കോംപ്രമൈസ്, നീ നിന്റെ വഴി, ഞാൻ എന്റെ വഴി. ഒന്നുകിൽ ഡൈവോഴ്സ് ആകാം, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമുക്ക് രണ്ട് വിശ്വാസങ്ങളും ജീവിക്കാം. നീ നിന്റെ വിശ്വാസത്തിൽ പൊക്കോ. പിന്നെ ഈ എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് എത്തിക്കുന്നത്? ഒരാളെ നമ്മളൊരു വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ 3-4 ദിവസത്തെ പരിചയമോ ഇല്ല പ്രണയമോ മാത്രം കൊണ്ട് നടക്കുമോ? ഇല്ല. നമ്മളുടെ വിശ്വാസത്തിലേക്ക് അവർക്ക് കടന്നു വരാൻ പറ്റുന്ന ചില വഴികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അല്ലേ? അതെ, ഇന്നതെ അയാളെ കണ്ടില്ലേ, അയാളുടെ പ്രവർത്തികൾ കണ്ടില്ലേ, ഇല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കും, ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അല്ലാതെ നിർബന്ധിതമായി നീ നാളെ പോലെ ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഇല്ല ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നിടത്താണ് അതിന് ഫോഴ്സ് ചെലുത്തി എന്ന് നമ്മൾ നിർബന്ധം പറയുന്നത്. അപ്പൊ PC ജോർജ് പറഞ്ഞത് കണക്കിനാണെങ്കിൽ
ഇതിനകത്ത് ഈ ലവ് ജിഹാദ് എന്ന് ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒറ്റ പേരിലേക്ക് എത്തിയത് എന്നുള്ളതിന്റെ കാരണം സിമ്പിൾ ആണ്. കാരണം ഇതിനകത്ത് രാജ്യമെമ്പാടും രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ കേസുകളിലെല്ലാം ഒരൊറ്റ കാര്യം മാത്രമാണ് ഇത് പറയുന്നത്. അപ്പൊ അതിന് അവരിട്ടിരിക്കുന്ന പേരാണ്, ആ ഒരു മിഷന്റെ പേരാണ് ഈ ലവ് ജിഹാദ്. അല്ലാതെ അത് നിയമപരമായിട്ടുള്ള ഒരു പേരല്ല, ഇല്ലെങ്കിൽ കോടതികളിലുള്ള ഒരു പേരല്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം എന്താ അറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പൊ പിണറായി വിജയനോട് നമ്മുടെ പാർലമെന്റിൽ ഇവർക്കുള്ള ഒരു മറുപടി കൂടെയാണ് അത്. പാർലമെന്റിൽ നമ്മൾ ചോദിക്കുകയാണ്, ലഹരി മാഫിയ എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പൊ പിണറായി പറയില്ല, പറയുന്നില്ല. അപ്പം മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ട ഒരുത്തം എന്ന് പറയാണ്, കണ്ടോ പാർലമെന്റിൽ വരെ പിണറായി വിജയൻ പറഞ്ഞു, നമ്മുടെ നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞു ലഹരി മാഫിയ എന്ന് പറഞ്ഞ സംഘടനയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ആരും ലഹരി ഉപയോഗിക്കാതിരിക്കുന്നില്ലല്ലോ. ഇവിടെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് പല ആൾക്കാരും. കോടതിയിൽ ഞാൻ പോയി പറയാണ്, സാർ ഇവിടെ ലഹരി മാഫിയ എന്ന് പറഞ്ഞൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ കോടതി എന്താ പറയുക, ലഹരി മാഫിയ എന്ന പേരിൽ ഒരു സംഘടന എന്തായാലും ഇല്ല എന്നേ കോടതി പറയത്തുള്ളൂ 100%. അങ്ങനെ ഒരു സംഘടനയില്ല. പക്ഷെ ഇവിടെ ലഹരി വിൽക്കപ്പെടുന്നുണ്ട്, ലഹരി അടിക്കുന്നുണ്ട്, ലഹരി അടിച്ചിട്ട് മാതാപിതാക്കളെയൊക്കെ തലകടിച്ച് പലവന്മാരും കൊല്ലുന്നുമുണ്ട്. അപ്പൊ സമാനമായ രീതിയിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടെക്നിക്കൽ ടേമിൽ ഒരു പേരില്ല. ഇവിടെ മതം പരിവർത്തനം നടക്കുന്നുണ്ട്, ഇവിടെ മതം മാറ്റം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം ബിജേട്ടൻ പറഞ്ഞതുപോലെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ 99.9% സ്ത്രീകളും മതം മാറിയിട്ട് തന്നെയാണ് അകത്തോട്ടേക്ക് കയറുന്നത്. ഇതിൽ 1% പുരുഷന്മാരുടെ സ്ത്രീകൾ. ആ പുരുഷന്മാർക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ടായിരിക്കും. ആ നിലയും വിലയുമുള്ള ചിലപ്പോൾ അവര് സെലിബ്രിറ്റീസ് ആയിരിക്കാം, ആ സമൂഹത്തിന് മുമ്പിൽ കാണിക്കാനായിരിക്കും ഞാനൊരു പുരോഗമനവാദിയാണ്, കണ്ടോ എന്റെ ഭാര്യ മതം മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് ഉള്ളതായിരിക്കാം. ചില ആൾക്കാർ ജേർണലിസ്റ്റുകളായിരിക്കാം. അച്ചം പുച്ചം ഈ ലവ് ജിഹാദിനെയൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്ന ജേർണലിസ്റ്റുകൾക്ക് ഇവർക്ക് പറയാനായിട്ട് ഇവര് എന്താണ് പല ചർച്ചകളിലും ഇന്ന് പറയാനായിട്ട് എന്റെ ഭാര്യനെ മതം മാറ്റിയിട്ടില്ല. ചിലർ പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം ഇങ്ങനെ പറയാനായിട്ട് അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആ അത്രയും ആൾക്കാരാണ് ഈ 1% എന്ന് പറയുന്നത്. ബാക്കിയുള്ള സാധാരണക്കാരിൽ 99% ആൾക്കാരും ഇതിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവാത്ത ഒരു വിഷയം ഇതാണ്, എന്തിനാണ് നിങ്ങൾ മതം മാറുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഷെഫിൻ ജഹാൻ കെട്ടിയ ഒരു പെണ്ണുണ്ടല്ലോ, അഖില ഹാദിയ വിഷയത്തിൽ കേരളം കാണാത്ത പുകിലൊന്നുമില്ല. പരിശുദ്ധ പ്രണയമായിരുന്നു. അവരാണെങ്കിൽ അഖില ഹാദിയെ മതം മാറ്റിച്ച് അയാളുടെ ഇതിലോട്ട് മതത്തിലോട്ടാക്കി വിവാഹം കഴിച്ച് അവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഈ മതം മാറിയ സമയത്ത് ഈ പെൺകുട്ടിയുടെ അമ്മ ഈ പെൺകുട്ടിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയാണ്, കോടതിയിൽ കെട്ടിപ്പിടിച്ച് കരയാണ്, മോളെ പോലെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. അതെന്തോ ആയിക്കൊള്ളട്ടെ, അഖില ഹാദിയയ്ക്ക് മതം മാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഖില ഹാദിയയുടെ അമ്മയെ അച്ഛനെ വിട്ടു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ട്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ കാണുന്നത് പോകുന്നെങ്കിൽ പൊക്കോട്ടെ, 18 വയസ്സല്ലേ, കോടതി പറഞ്ഞല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അഖില ഹാദിയയുടെ ലൈഫ് ചേട്ടൻ ശ്രദ്ധിച്ചു, അഖില ഹാദിയയുടെ ലൈഫ് ഷെഫിൻ ജഹാനുമായിട്ട് അവര് ഡിവോഴ്സായി. അവര് വേറെ ഒരാളുടെ കൂടെയാണ് ഇപ്പോ വിവാഹിതയായി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ പല ആൾക്കാരും, അതായത് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള പല ആൾക്കാരും സംസാരിക്കുന്നത്, നമ്മുടെ ഹിന്ദു മതത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ഉണ്ടാവുന്നത്, ഹിന്ദുക്കളുടെ ഇടയിലാണല്ലോ ഉണ്ടാവുന്നത്. ആദ്യം നമ്മുടെ കണ്ണിലെ കരടെടുത്തിട്ട് പോലെ അഖില ഹാദിയുടെ പുറകെ പോകുന്നത്. നമ്മൾ അതുകൊണ്ട് അഖില ഹാദിയുടെ കാര്യം പറയുന്നതല്ല. കാരണം മതം മാറി പരിശുദ്ധ പ്രണയമാണല്ലോ, എന്നിട്ട് ഷെഫിൻ ജഹാന്റെ കൂടെ പോയതല്ലേ. ആ പരിശുദ്ധ പ്രണയം മതം മാറി കഴിഞ്ഞപ്പോൾ അയാൾ ഉപേക്ഷിച്ച് ഒരാളുടെ കൂടെ അവര് പോയി എന്നുള്ളതാണല്ലോ നമ്മുടെ പോയിന്റ്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലവ് ജിഹാദ് എന്നുള്ള ആ ഒരു വാക്ക് മാറ്റിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇതിന്. ആ ലവ് ജിഹാദ് എന്ന് മാറ്റിയിട്ട് പ്രണയ കുരുക്കെന്നോ, പ്രണയ ട്രാപ്പ്, ലവ് ട്രാപ്പ് എന്നോ, ഇല്ലെങ്കിൽ പ്രണയച്ചതി എന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വിഷയം വരുന്നില്ല. അതിനകത്ത് ഈ ജിഹാദൂടെ ചേർന്ന് വരുമ്പോൾ, കാരണം ഈ മുസ്ലിം വിഭാഗം ഈ ജിഹാദിനെ ഒരു പവിത്രമായി കാണുന്ന ഒരു വാക്കാണ്, അത് ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന മുസ്ലിങ്ങൾക്കും ഇത് കൊള്ളും. കാരണം അവരുടെ പരിപാവനമായ ഒരു വാക്ക്, ആ വാക്ക് വേറൊന്നിനോട് ചേർത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കാരണം അവരുടെ ഈ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ വാക്ക് ഒരുപാട് തവണ പറയുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. ഈ പേര് മാറ്റിക്കഴിഞ്ഞാൽ കഥ മാറുന്നില്ലല്ലോ, പേര് മാറ്റിക്കഴിഞ്ഞാൽ സംഭവം ഒന്ന് തന്നെയാണ്. അപ്പം ഒരേപോലുള്ള തരത്തിലുള്ള കേസുകൾ, ഒരേ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേസുകൾ ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോഴാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള അന്വേഷണം പല വഴിക്ക് നടക്കുന്നത്. കാരണം എല്ലാ വീട്ടിലും, എന്റെ വീട്ടിൽ ഇത് തന്നെയാണ് നടന്നത്, നിന്റെ വീട്ടിലും ഇത് തന്നെയാണ് നടക്കുന്നത്, പലരുടെയും വീട്ടിൽ നടക്കുന്ന കഥകളെല്ലാം ഒരുപോലെയാണ്. ഈ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു, ഈ മതം മാറ്റത്തിന് വേണ്ടി നിർബന്ധിക്കും. ചിലരൊക്കെ മതം മാറിപ്പോകുന്നുണ്ട്, ചിലർ ഇച്ചിരൂടൊക്കെ മൂത്തിട്ട് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പോയി പൊട്ടിത്തെറിക്കുന്നുണ്ട്, പൊട്ടിത്തെറിക്കാൻ പറ്റാത്തവർ അവിടുത്തെ ജയിലിൽ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ വിവിധ തരം കലാപരിപാടികളാണ്. അതിനകത്തൊന്നും ആർക്കും ഇവിടെ വിഷമം. കാരണം അവര് സ്വയം, കാരണം 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു യുവതി യുവാവിനും അവരെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ്.
അവരവരുടെ അതെ സ്വാതന്ത്ര്യം അതെ എടുത്തുകൊണ്ട്, അവർക്കും കൊച്ചു കുട്ടികളല്ലല്ലോ അവര്. അവർക്ക് വോട്ടിംഗ് പവറുള്ള ഒരു ജനാധിപത്യ അതെ പ്രക്രിയയിൽ MLA MP പ്രധാനമന്ത്രി വരെ തെരഞ്ഞെടുക്കാൻ പവറുള്ള പൗരന്മാരാണ് 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും. അപ്പൊ അവരവരുടെ ഒരു വഴി അതെ തെരഞ്ഞെടുക്കുകയാണ്. ശരി, ഞാൻ ഇന്നയാളെ വിവാഹം കഴിക്കുന്നുള്ളൂ, അയാളുടെ കൂടെ മരണം വരെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്, ഇനി അയാൾ നാളെ ബോംബ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചാൽ ഞാൻ അതുണ്ടാക്കും, പറ്റിയാൽ ഞാൻ പൊട്ടിത്തെറിക്കും, ആയിക്കോട്ടെ, ഒരു വിരോധം ഇവിടെ ആർക്കും ഉം. ഇല്ല. അതിനകത്തൊന്നും നമുക്ക് തിരിച്ച് നമുക്ക് ഇതിനകത്ത് ആകെ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ തെറ്റായ വഴികളിൽ പോകരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ബാക്കിയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതെ അതുകൊണ്ട് പ്രണയം ഈ ലോകമുള്ളിടത്തോളം കാലം ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ പ്രണയത്തിന് ഒരു സത്യസന്ധതയും പവിത്രതയും ഉണ്ടാകുകയാണ് എങ്കിൽ അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് മതത്തിനും ജാതിക്കും അതീതമായിട്ടാണ്. പ്രേമിച്ചു തുടങ്ങുമ്പോൾ പറയുമല്ലോ, നമ്മൾ മതത്തിനും ജാതിക്കും അതെ ഏത് എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടായിരിക്കും നിന്നെ കൊണ്ടുപോകുന്നത്, നമ്മൾ ജീവിക്കുന്ന അങ്ങനെ ആയിരിക്കുമെന്ന് അതെ അതെ പറയുകയും കല്യാണം കഴിഞ്ഞതിന്റെ ആ രാത്രി തന്നെ മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുന്നിടത്താണ് ആ പ്രണയവും വ്യാജമായിരുന്നു, ആ പ്രണയം മതം മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രണയമാണ് എന്ന് പറയാൻ അല്ല കഴിയുന്നത്. ചേട്ടാ, ഇതില് എനിക്ക് എനിക്ക് ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. എനിക്ക് ഒരു ഡൗട്ട്, പല മാധ്യമങ്ങളും വളരെ കർക്കശമായിട്ടാണ് പറയുന്നത് ഇവിടെ ലവ് ജിഹാദ് ഇല്ല. അത് കോടതി പറഞ്ഞത് കൊണ്ടായിരിക്കാം. കോടതി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഇവര് മനഃപൂർവ്വം ഈ ഉദാഹരണം മറച്ചു പിടിക്കുന്നതാണോ? അപ്പൊ എന്റെ കയ്യിൽ ഇതായിരിക്കുന്ന മാതൃഭൂമിയിലെ റിപ്പോർട്ടാണ് 2021. ഇതിൽ 4 പെൺകുട്ടികളുടെ ഫോട്ടോയാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. 4 പെൺകുട്ടികളുടെ ഫോട്ടോ. ഈ 4 പെൺകുട്ടികളുടെ ഫോട്ടോ IS ൽ ചേർന്ന മലയാളി യുവതികൾ എന്നാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. ഒന്ന് നമുക്കറിയാം, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഈ ആറ്റുകാൽ അമ്പലത്തിന്റെ മൂക്കിന്റെ താഴത്ത്, അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആറ്റുകാൽ അമ്പലം നടയാണ്. നട എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലൊന്നും പോകണം, 100 മീറ്റർ പോലും നടക്കണ്ട. അവിടെയാണ് ഈ നിമിഷ താമസിക്കുന്നത്. ഈ നിമിഷ ഫാത്തിമ ഇന്ന് എവിടെയാണ്? ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ കൂടെയാണ് നിമിഷ ഫാത്തിമ. നിമിഷ ഫാത്തിമ, മെറിൻ ജോസഫ്, സോണിയ സെബാസ്റ്റ്യൻ, റഫീല. ഈ 4 പേരാണ് ISIS പോയി ചേർന്നത്, ISIS ഇസ്ലാമിക് സ്റ്റേറ്റിൽ പോയി ചേർന്നത്. ഈ ഉദാഹരണം ഇവർക്കൊരു ഉദാഹരണമേ അല്ല. ഇവർ ഈ ഉദാഹരണം ബോധപൂർവം മറക്കുകയാണ്. ഈ ഇവരെ മതം മാറ്റിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ഈ ഉദാഹരണങ്ങളൊന്നും ഒരു ഉദാഹരണങ്ങളെ അല്ലെന്നാണോ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, അവർ ഈ വാക്കിൽ പിടിച്ച് കടിച്ചു തൂങ്ങുന്നതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഞാൻ ഒരിക്കലും ഇതില്ല ഇവിടെ കേരളത്തിൽ ലവ് ജിഹാദം ഉണ്ടെന്നോ എന്നും ഞാൻ പറയില്ല. പക്ഷെ ഇതിന് ഉം. രാജ്യമെമ്പാടും ഒരേ സ്വഭാവത്തിലുള്ള കേസുകൾ അനവധി എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു? അത് അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ? അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഉം. എന്തുകൊണ്ട് ഈ രാജ്യം മുഴുവൻ ഒരേ ടൈപ്പിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു? എന്തായാലും UP കിടക്കുന്നവരും കേരളത്തിൽ കിടക്കുന്നവരും തമ്മിൽ ബന്ധങ്ങളൊന്നും തന്നെയില്ല. പക്ഷെ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിലൊക്കെ ഉം. സമാന സ്വഭാവമാണ്. അത് അപ്പോഴാണല്ലോ നമ്മൾ അന്വേഷണം വരുന്നത്. നമ്മൾ പറയുന്നില്ല ഇവിടെ ജിഹാദ് ഉണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരേ രീതിയിലാണ്. ഇപ്പൊ ഒരു എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടത്? അവർ ഈ രാജ്യത്ത് മുഴുവൻ ചെയ്യുന്ന അക്രമ പ്രവർത്തനങ്ങൾക്കൊക്കെ സമാനമായ ഒരു സ്വഭാവം വരുമ്പോഴാണ് അവരെ ഇട്ടു ഉം. തുടങ്ങുന്നത്. അപ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷണം അതെ ആരംഭിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് അവരെ പിടുത്തം വീഴുന്നത്. ഇതും സമാനമാണ്. ഇതിന് പേരെന്തും ആയിക്കോട്ടെ, ലവ് ജിഹാദ് എന്ന് മാറ്റി നാളെ മുതൽ ലവ് ട്രാപ്പ് എന്നാക്കാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കാം, റോമിയോ അതെ റഹ്മാനോ അതെ അതെ രാമനോ ആക്കി വെക്കാം. എന്ത് തന്നെ ആയാലും കഥ ഇത് തന്നെയല്ലേ? അങ്ങനെ എന്തെങ്കിലും അതെ ആക്കാം. അതെ അങ്ങനെയാണല്ലോ ഇത്. പ്രണയത്തിന്റെ 3 പേര് എന്തെങ്കിലും ഇഷ്ടമുള്ള പേരിട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ കഥ ഇതാണ്. അതിനകത്തൊന്ന് ഇനി ഇതിനേക്കാൾ വലിയ വിവാദം ഉണ്ടായി, നക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാം നമ്മുടെ ഉം. മാധ്യമങ്ങളിലെല്ലാം വന്നൊരു വാർത്ത ഉണ്ടാകും. ഒമാനിൽ നിന്നാണ് ഇത് ഏരിയയിലേക്ക് എത്തുന്നത്. അവിടെ നൈജീരിയക്കാർ ഒമാനി വന്ന് തമ്പടിച്ചിട്ട് അവര് ഈ കുടിൽ വ്യവസായം കണക്കാണ് ഈ MDMA എന്ന് പറയുന്ന മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത്. 300 രൂപയാണ് പോലും അവിടെ വില. അതാണ് ഇപ്പൊ ഇന്ത്യയിൽ എത്തിച്ചുകൊണ്ട് ഉം. 800 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഉം. ഇത് കൂടുതലായി ഇതിൽ പിടിക്കപ്പെടുന്നതും ചില വിഭാഗത്തിൽ പെടുന്നവരാണ്. അതിനകത്ത് ഒരു സൈഡിൽ നിൽക്കുന്നത്, മറു സൈഡിൽ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരിക്കും. അങ്ങനെയാണ് ഇതിനകത്ത് പോകുന്നത്. അത് പെൺകുട്ടികളെല്ലാം തന്നെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരിക്കും. അപ്പോഴാണ് ഉം. അവിടത്തേക്കാണ് ഈ നക്കോട്ടിക് ജിഹാദ് എന്ന വാക്ക് കല്ലറപ്പിതാവ് പറയുന്നത്. ഇവിടെ കോട്ടയം പാലാ ബിഷപ്പ് പറയുന്നു. അതിനെതിരെ വലിയ പ്രതികരണം നടത്തി. ഇവിടെയാണ് PC ജോർജ് കടന്നു വരുന്നത്. അന്ന് ആ പാലാ ബിഷപ്പിന്റെ ആപ്പിനോട് പ്രതികരിക്കാൻ സഭയിൽ നിന്നൊരാളുണ്ടായിരുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിറങ്ങലിച്ച് സഭ നിൽക്കുന്ന സമയത്താണ് PC ജോർജ് തന്റെ ഇടത്തോടെ കൂടി വന്നിട്ട് പറയുന്നത്, നിങ്ങളോടൊപ്പം ഞാനുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പറയുന്നത്. PC ജോർജ് വന്നതിന് ശേഷമാണ് BJP രംഗത്തെത്തുന്നത്. അപ്പോഴത്തേനും കളം മൂത്തു. ഉം. ഒരു സൈഡിൽ പോപ്പുലർ ഫ്രണ്ടും SDPIയുമായി. അങ്ങനെയായിരുന്നു ആ സംഭവം ഉണ്ടായത്. പക്ഷെ ആ പാലാ ബിഷപ്പ് ആ ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അന്നും ഇന്നും അദ്ദേഹം ഉറച്ച് നിൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണം ഒരാള് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചെന്ന് വെച്ചാൽ സമാനമായ രീതിയിൽ ലോകത്തെമ്പാടും, അതിനകത്ത് അദ്ദേഹം പിന്നീട് അതിന്റെ ഒരു ഈ വിശാലമായിട്ടൊരു അർത്ഥം പറഞ്ഞത്, അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഇത്തരത്തിൽ ഡ്രഗ്സുകൾ നൽകിക്കൊണ്ട് ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ മിഷൻ നടക്കുന്നുണ്ട്, ഒരു വിഭാഗത്തെ തകർക്കാനുള്ള മിഷൻ നടക്കുന്നുണ്ട്.
അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ISIS പോലെയുള്ള മുസ്ലിം ഭീകര സംഘടനാ ഗ്രൂപ്പുകളാണ് എന്ന് കൊണ്ടാണ് ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ ഈ നക്കോട്ടിക് ജിഹാദ് എന്നുള്ളത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. എത്ര വാർത്തയാണ് ലോകത്തെമ്പാടും നിന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇന്റർനാഷണൽ വാക്കാണ്, ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് തന്നെയാണ് ബിഷപ്പ് പറഞ്ഞതും. അന്നത് വിഷയമായി. അതിനുശേഷം നമ്മുടെ ഈ അടുത്ത കാലത്ത് കണ്ടുവന്നിരിക്കുന്ന കാര്യം, കേരളത്തിലെ ഒരു മാധ്യമം, ആ മാധ്യമം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനായി രാപകല് പണിയെടുത്തിരുന്നതാണ്. അവരുടെ കൂടെ സഹായത്താൽ സുരേഷ് ഗോപി 70,000 വോൾക്ക് മുകളിൽ തൃശ്ശൂര് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം അവർക്ക് സുരേഷ് ഗോപി എവിടെ കണ്ടാലും ഇങ്ങനെ ചീത്ത വിളിച്ചോട്ടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ ഇപ്പോൾ അവരുടെ പ്രധാന ടാർഗറ്റ് PC ജോർജ് ആണ്. PC ജോർജിനെ കുറിച്ച് ആദ്യം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതിന് നമ്മളും തെറ്റെന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം എല്ലാ മുസ്ലിങ്ങളും ഭീകരരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് തെറ്റ് തന്നെയാണ്, അത് അങ്ങനെ പറയാനേ പാടില്ല. അത് മുസ്ലിങ്ങളെ കുറിച്ചൊന്നല്ല, ഒരു മതത്തെ കുറിച്ചും പറയാൻ പാടില്ല. ക്രിസ്ത്യാനിയെ കുറിച്ചും സിഖുകാരെ കുറിച്ചും പറയാൻ പാടില്ല. അത് അതിനകത്ത് വെച്ച് എല്ലാ മതത്തിലും ഒരു ചെറിയ വിഭാഗക്കാരാണല്ലോ കുഴപ്പക്കാർ, അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഈ ലവ് ജിഹാദിന്റെ വിഷയം എടുത്തിട്ടിരിക്കുന്നു. അതിനെതിരെ വീണ്ടും ഈ മാധ്യമ സ്ഥാപനവും ചില സംഘടനകളും കരുതുള്ളി രംഗത്തെത്തിയിരിക്കണം. പക്ഷെ അവരെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ടാണ് KCBCയുടെ പിന്തുണ PC ജോർജിന് ലഭിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നട്ടല് ഉയർത്തി PC ജോർജ് പറഞ്ഞു എന്നുള്ളിടത്താണ് ആ കാര്യം. ഇവിടെയാണ് ഒരു അല്പം പിൻവലിഞ്ഞു നിന്ന BJPക്ക് പോലും ഒരു പുതുജീവൻ ലഭിക്കുന്നത്. കാരണം ഇനിയിപ്പോ പഴയതുപോലെ PC ജോർജിന്റെ പുറകിന്, PC ജോർജിന്റെ എന്നല്ല ആരുടെയും പുറകിന് നടന്ന് ഈ ഞോണ്ടുന്ന സ്വഭാവം മാധ്യമങ്ങൾക്ക് ഇനി അധിക നാളും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് പ്രസ്താവനയ്ക്കെതിരെ നമ്മുടെ മാധ്യമങ്ങൾ ഉച്ചവരെ വാർത്ത ക്യാരി ചെയ്തിട്ടുള്ളൂ. മുഖ്യധാരാ മാധ്യമങ്ങളല്ല. മറ്റേ ചാനലിൽ 2 ദിവസമായിട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അവർക്ക് കരച്ചിൽ ഇപ്പോഴൊന്നും തീരത്തില്ല. ഇനി അടുത്ത ആളെ കിട്ടുന്നവരെ അവർ കരഞ്ഞോണ്ടേയിരിക്കും. പക്ഷെ ബാക്കിയുള്ള എല്ലാ ചാനലുകളും ഉച്ചവരെ ആ ന്യൂസ് നിർത്തിയുള്ളൂ അവരുടെ ടൈം ലൈനിൽ. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം അതിൽ നിന്ന് പിൻവലിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കളം മാറുന്നു, കാറ്റ് മാറുന്നു. കാരണം ഇതിന് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ റീച്ച് കുറയും. ഇതിന് പിടിച്ചോണ്ടിരുന്നാൽ കാണാൻ ആളുണ്ടാകില്ല. കാരണം ഒരാളെ ചുമ്മാ അയാൾ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കുക. അതല്ലാതെ അയാൾ വാ തുറന്ന ഉടനെ തന്നെ അയാളെ വായ അടയ്ക്കണം, ഇല്ലെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കണം, അയാളെ തുറുങ്കിൽ അടക്കണം. ഇതിപ്പോ PC ജോർജിനെ തുറുങ്കിൽ അടച്ചു എന്ന് പറഞ്ഞ് എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. ഇതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടുകൂടി തന്നെ ഇന്ത്യയിലെമ്പാടും നിന്ന് എത്രയോ പേര് പറയും ഈ കാര്യം, ഇല്ലേ? എത്രയോ പേര് ഇപ്പൊ പറയുന്നുണ്ട്. അവരെല്ലാം കൊല്ലാൻ പറ്റുമോ? അവരെല്ലാം ജയിലിലാക്കാൻ പറ്റുമോ? അങ്ങനൊന്നുമല്ല. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പൊ നടത്തിയ പ്രസ്താവന അദ്ദേഹത്തെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇനി പിന്നെ ഏതെങ്കിലും രീതിയിൽ വളച്ചു കെട്ടി എങ്ങാണ് ഒരു കേസെടുക്കാനേ പറ്റൂ. നിയമപരമായ ആ കേസെടുത്താൽ നിലനിൽക്കുമെന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വാക്കാണ്, ആ വാക്കിന്റെ മാനദണ്ഡങ്ങളും കാര്യങ്ങളും കടന്നുപോയി കഴിഞ്ഞാൽ അത് ഇവർക്ക് കൂടുതൽ ദോഷകരമായി തന്നെ ബാധിക്കും. കാരണം ഇദ്ദേഹം ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 400 ഒന്നും ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊരു 10 പേരുടെ കഥ എടുത്ത് പുറത്തിടാൻ പറ്റും. ഒരുപക്ഷെ ജനം മറന്നവരുടെ കഥയാകാം, ഇല്ലെങ്കിൽ ജനം ഇതുവരെ അറിയാത്തവരുടെ കഥയാകാം. അതുകൂടെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടെ കത്താനുള്ള സാധ്യതയുണ്ട്. ഇത് എല്ലായിടത്തേക്കും ഇത് സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവര് കൂടുതൽ പറയും തോറും PCയെ പോലെ ഒരു കക്ഷി അതൊക്കെ പറയാൻ യാതൊരു കാണത്തില്ല. ഒരു ദിവസം കുറെ പേപ്പറുമായിട്ട് വരും, പറയുന്ന ലിസ്റ്റിലും ഈ പറയുന്ന ആളുകൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. പിന്നെ ഇതൊക്കെ പുറത്തു പറയാതിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള അക്കിടി പറ്റിയ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ അവരിത് പുറത്തു പറയാതിരിക്കുന്നത് മാനക്കേട് കൊണ്ട് മാത്രമാണ്. കാരണം പബ്ലിക്കിന് ഇത് അറിഞ്ഞൊരു വലിയ വിഷയം ഉണ്ടാകണമെന്ന് കരുതിയപ്പോ വലിയ നാണക്കേട് കൊണ്ട് മാത്രമാണ്. ആ നാണക്കേട് ഒരു മറയാക്കി എടുത്തുകൊണ്ട് മുൻപോട്ട് പോകരുത്. കാരണം UP അടക്കം ഇതിനെതിരെ വലിയ രീതിയിൽ പോലീസ് ആക്ഷൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിയമമില്ലാത്തത് കൊണ്ടുള്ള ഒരു നാണക്കേടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ നിയമമുണ്ട്, ഇവിടെ നിയമം അല്ല നിയമത്തിന് മാത്രമല്ല ദേശം, അവിടെ പല ഇത് നമ്മളിപ്പം പല നാഷണൽ മീഡിയസ് കാണുമ്പോൾ അവിടെയൊക്കെ പേര് മാറ്റിയിട്ടാണ് ഈ പെൺകുട്ടികളെ പ്രേമിക്കുന്നത്. കാരണം നമ്മുടെ ഈ UPയിലൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളവുമായിട്ട് ഒരിക്കലും നമുക്ക് UPയെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ അപ്പുറം ഇപ്പുറം ഒക്കെ താമസിക്കുന്നവരാണ്. നമുക്ക് ഇവിടുത്തെ പെണ്ണിനും ആണിനും ഒക്കെ പരസ്പരം അറിയാം. കൊച്ചി എവിടാന്നറിയാം, തൃശ്ശൂർ എവിടാന്നറിയാം, കണ്ണൂർ എവിടാന്നറിയാം. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് അവിടത്തേക്ക് പഞ്ചസാര ഫാക്ടറികൾ ഉൾപ്പെടെ പല തൊഴിലിടങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അവിടെയൊക്കെ വല്ല ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് വരുന്നവർ. ഇല്ല UPയുടെ തന്നെ വിശാലമായ ഒരു സ്ഥലമാണ് UP എന്ന് പറഞ്ഞാൽ 75 ഡിസ്ട്രിക്ട് ഉണ്ട്. അവിടുത്തെയൊക്കെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് പേര് പറയുന്നത് രാഹുൽ ആണെന്നോ ഇല്ലെങ്കിൽ നാരായണൻ എന്നോ ഒക്കെ പേര് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ പ്രണയിക്കുന്നത്. ഈ പ്രണയിക്കുന്ന സമയത്ത് ന്യൂനതകളൊന്നും ആരും കാണാറില്ലല്ലോ. അങ്ങനെ പ്രണയിച്ചു കഴിയുമ്പോഴാണ് ഈ പരാതികളെല്ലാം പ്രധാനപ്പെട്ട് പറയുന്നതാണ്. ഇദ്ദേഹം എന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രണയിച്ചത്. ഇദ്ദേഹം രാഹുൽ എന്ന് പറയും. രാഹുൽ ഒരു കോമൺ പ്രണയ പേരാണ്. ഹിന്ദി സിനിമയിലെ കാമുകന്മാരുടെ പേര് രാഹുൽ എന്നാണ്. എന്താണ് പേരെന്ന് ചോദിക്കുമ്പോഴത്തേനും രാഹുൽ എന്ന് പറഞ്ഞൊരു കാമുകന്റെ പേര്. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം. രാഹുൽ എന്ന് വേണമെങ്കിൽ ഇടാം. ഇങ്ങനത്തെ പ്രണയിച്ചതിക്ക് അങ്ങനെ ഒരു പേരിടാം. കാരണം രാഹുൽ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരാ ഇതിന് വേണ്ടിയിട്ട്. ഇനി രാഹുലും ആരും എനിക്ക് കേസ് കൊടുക്കരുത് എനിക്കെതിരെ. ഞാൻ ഹിന്ദി സിനിമയായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ കേസുകളെല്ലാം ഈ കോമൺ പേരാണ്. എന്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് 10-20 റിപ്പോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ നോർത്ത് ഇന്ത്യയിൽ നടന്ന കേസ് രജിസ്റ്റർ ചെയ്യേണ്ട റിപ്പോർട്ട് എന്റെ ഇരിപ്പുണ്ട്.
ആ കേസുകളിലൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് രാഹുൽ എന്നായിരുന്നു എന്നോട് പറഞ്ഞത്. പ്രണയത്തിലായിരുന്നു ഞങ്ങൾ. പ്രണയിച്ച് വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെയായിരുന്നു. എന്നെ മതപരിവർത്തനം നിർബന്ധ വിധേയമാക്കി, എനിക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണം കഴിപ്പിച്ചു, എന്റെ ആചാരങ്ങളെ തടസ്സം നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ്. ഇതൊന്നല്ല, എല്ലാ കേസിലും ഇത് തന്നെയാണ് അഥവാ അവസ്ഥ. ഇവിടെയാണ് നമ്മൾ ഇതൊരു മിഷനാണ് എന്ന് തന്നെ ഉറപ്പിക്കാനുള്ള ഒരു കാരണം. അതിനിപ്പോ ടെക്നിക്കലി ആ ഒരു പേരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഭീകരവാദികളൊക്കെ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഉണ്ടല്ലോ, ISIS-ന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ആഗോള ഇസ്ലാമിക ഭരണമെന്നാണ് അവരുടെ ഒരു ലക്ഷ്യം. അതിനൊരു പേരിട്ടിട്ടുണ്ട് അവർ. അതെ അതെ അതുപോലെ ഇന്ത്യയിലുള്ള ഓപ്പറേഷന് അവരൊരു പേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ഓപ്പറേഷൻസിനും ഭീകര സംഘടനകൾ പോലും പേരിടുന്ന കാലമാണ്. അപ്പം ഇത്തരത്തിലൊരു പേരിട്ട് പോകുന്നു എന്നുള്ളത് ഇവിടുത്തെ വിഷയം. ഈ ജിഹാദ് എന്ന് കൂടി ആ പേരിനൊപ്പം ചേർന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടില്ലേ, ഇനി ആ പേര് ഒഴിവാക്കുക. ലവ് ജിഹാദ് എന്നതിന് പകരം റോമിയോ എന്നോ ഇല്ലെങ്കിൽ ലവ് ട്രാപ്പ് എന്നോ എന്ത് വേണം പിള്ളാക്കെങ്കിലും വിളിച്ചോളൂ. കഥ ഒന്ന് തന്നെയല്ലേ. അതിന്റെ ആ ഒരു അതെ യാഥാർത്ഥ്യം സ്വന്തം സമുദായത്തിലെ അംഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന ഗ്രൂപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് അവരോട് പറയുക ഇങ്ങനെയൊക്കെയുള്ള കാരണം ഒരിക്കലും ഒരു ട്രൂ ലവിനകത്ത് നിബന്ധനകൾ പാടില്ല. നിബന്ധനകൾ ഉണ്ടെങ്കിൽ അത് സത്യസന്ധമായ പ്രണയമേ അല്ല. ഇപ്പോ നമ്മൾ വീട്ടുകാർ അറേഞ്ച് ചെയ്തിട്ടുള്ള മാരേജ് ആണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ തമ്മിലുള്ള ചില അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തായി കൂടെയാണല്ലോ ആ വിവാഹം നടക്കുന്നത്. ഇപ്പൊ ഒരു പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി സർവസ്വവും ഉപേക്ഷിച്ചാണ് ആ ചെറുക്കന്റെ കൂടെ വരുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്താണ് ചെറുക്കൻ അങ്ങോട്ടും പോകാറുണ്ട്. ചെറുക്കനും സർവസ്വം ഉപേക്ഷിച്ചാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവന്റെ സ്വാതന്ത്ര്യത്തിന്, അവന്റെ സംസ്കാരത്തിന്, അവന്റെ വിശ്വാസത്തിന് വിലങ്ങുതടിയാവുക എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു പ്രണയം സിൻസിയർ ആയിട്ടുള്ള ഒരു പ്രണയമേ അല്ല. അവർക്ക് ഉള്ളിൽ ഒരു അജണ്ടയും പുറത്ത് മറ്റൊരു അജണ്ടയും വെച്ച് നടക്കുന്ന ഒന്നാം നമ്പർ ചീറ്റിംഗ് ആണ്, ട്രാപ്പാണ്. അത് തന്നെയാണ് ട്രാപ്പ് എന്ന് പറയുന്നതിന് കാരണം. ചീറ്റിംഗ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഈ വിശ്വാസ വഞ്ചനയാണല്ലോ ഏറ്റവും വലിയ വഞ്ചന. ആ വിശ്വാസ വഞ്ചനയ്ക്ക് നമ്മുടെ ഭരണഘടനയെ വകുപ്പുണ്ടല്ലോ, നമ്മുടെ നിയമ വ്യവസ്ഥയെ വകുപ്പുണ്ടല്ലോ. വിശ്വാസ വഞ്ചന വലിയ കുറ്റം തന്നെയാണ് ചീറ്റിംഗ് കേസ്. അപ്പൊ അത് തന്നെയാണല്ലോ ഇതിൽ നടക്കുന്നത്. അവിടെയാണ് ഇതിനെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് കൂടുതലായി ആളുകൾ പോവുകയും അവിടെ പോയ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം ഒരേ ആംഗിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. വ്യത്യസ്തമായിട്ട് ഒരു കുട്ടിയും ഒരു അഭിപ്രായം പറയുന്നില്ല. UP കിടക്കുന്ന പെൺകുട്ടിയും കേരളത്തിൽ കിടക്കുന്ന പെൺകുട്ടിയും കർണാടകത്തിൽ കിടക്കുന്ന പെൺകുട്ടിയും ആസാമിലും ബംഗാളിലുള്ളവരും ഒക്കെ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. തങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, തങ്ങളെ മതപരിവർത്തനം വിധേയമാക്കും എന്നാണ്. അവിടെ ആരും ഇതുവരെ ലൈംഗിക പീഡനം പറഞ്ഞില്ലല്ലോ. അവിടെ ആരും മാനസിക പീഡനം പറഞ്ഞില്ലല്ലോ. അവിടെ ആരും മറ്റു പീഡനങ്ങൾ പറഞ്ഞില്ലല്ലോ. പകരം മതം പരിവർത്തനം ചെയ്യാൻ വേണ്ടി തങ്ങളെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നല്ലേ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ എന്തിനെ കുറിച്ച് പറയുന്നുണ്ടോ? സ്വർണം വേണമെന്ന് പറഞ്ഞ് ഒരു പീഡിപ്പിച്ചായി പറയുന്നുണ്ടോ? സ്ത്രീധനം വേണമെന്ന് പറഞ്ഞു ഇല്ല. സെക്സ് വേണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. വേറെ ഒന്നിനെ കുറിച്ച് പറയുന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഈ രാജ്യമെമ്പാടും നടക്കുന്ന ഒരു മിഷനാണിത്. ആ മിഷന്റെ പേര് ഇനി ഇതല്ല വേറൊരു പേരിട്ടാലും മിഷൻ മാറാതിരിക്കുന്നില്ല. അപ്പം ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനിപ്പോ എന്ത് പേരിട്ട് വേണം അത് നമ്മൾ നല്ല പേര് കണ്ടെത്തണം. മിഷൻ തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ആ മിഷന്റെ ഒരു പേര് വേറെ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പൊ ഈ കടന്ന് കരയുന്നവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, അത് ശരിയാണ്. ഈ ലഹരിക്കടത്ത് അല്ലെങ്കിൽ ലഹരി മാഫിയ എന്നുള്ള പേര് വരുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല. എന്നാൽ നർക്കോട്ടിക് ജിഹാദ് എന്ന പേര് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതുപോലെ ലവ് ജിഹാദ് എന്ന വിഷയം വരുമ്പോഴാണ് പല ആൾക്കാർക്കും പല വിഷയങ്ങളും ഉണ്ടാകുന്നത്. മറിച്ച് വിചാരണ പറഞ്ഞ റോമിയോ എന്നോ ലവ് ട്രാപ്പ് എന്നോ അങ്ങനെയുള്ള വിഷയം വരുമ്പോ എന്താണ് ആർക്കും ഒരു പ്രശ്നവും വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പേരാണ് അതിന്റെ വിഷയം. ആ പേര് യഥാർത്ഥത്തിൽ കോടതി അംഗീകരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും കോടതി അംഗീകരിക്കില്ല. കാരണം ഇപ്പൊ പിണറായി വിജയനോട് സഭയിൽ ലഹരി മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. അത് പൊക്കി പിടിച്ചുകൊണ്ട് ലഹരി കടത്തി പിടിച്ചു നിർത്താൻ സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ ലഹരി ഇല്ലാന്ന്, പിന്നെ എന്നെ പിടിക്കാൻ എന്ത് അർഹതയാണെന്ന് ചോദിച്ചാലൊന്നും നടക്കുന്ന കേസല്ലോ. സമൂഹത്തിൽ റിയാലിറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എന്തായാലും PC ജോർജ് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും പറയുന്നത് PC ജോർജ് എന്നുള്ള തെളിവുകൾ പുറത്തുവിടണം എന്നുള്ളതാണ്. PC ജോർജ് തെളിവ് പുറത്തുവിടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യവുമാണ്. വരുന്ന ദിവസങ്ങളിൽ PC ജോർജിനെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നും കണ്ടറിയണം. എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിരിക്കുന്നത് SDPI ആണ്. SDPIയുടെ തൊട്ട് പുറകെ യൂത്ത് ലീഗ് അടക്കം PC ജോർജിനെ കൂട്ടാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് എന്നുള്ളതും ഒരു സുപ്രധാനമായിട്ടുള്ള പോയിന്റാണ്. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.